മുതലാളി ഒരു റൂം എടുത്തിട്ടുണ്ട് എനിക്ക്. ഇന്നലെ ഇപ്പോൾ 3 ദിവസം കൊണ്ട് റൂമിലായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി. ഇതിപ്പം പുതിയൊരു റൂം എടുത്ത്, അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 12 മിനിറ്റത്തെ യാത്രയുണ്ട്. ഇവിടുത്തെ 7 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ 12 മിനിറ്റ് ഉണ്ട്. ട്രാഫിക് ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഈ രാത്രി 12:30 ഉണ്ടോ? അതായത് 2-ാം തീയതി 2/26. അവിടെയാണ് നമ്മൾ വീടെടുത്ത് തന്നിരിക്കുന്നത്, റൂം എടുത്ത് തന്നിരിക്കുന്നത്. അത് മെട്രോയുടെ പില്ലറുകളാണ് കേട്ടോ. വണ്ടി അവിടെ ഇടാൻ സ്ഥലമില്ല, അങ്ങനെ ശരി ദൂരെ മാറ്റി ഇല്ല ഭാഗത്തോട്ടിട്ടിരിക്കുക. കണ്ട, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ജനുവരി ആയില്ലേ, 2026 ജനുവരി ആയില്ലേ, 2-ാം തീയതി. അതുകൊണ്ടാണ് നല്ല തണുപ്പ്. വണ്ടി ഇട്ടിട്ട് നടന്നു വരിക. നേരത്തെ ഞാൻ റൂമിൽ കയറിയായിരുന്നു. റൂമിൽ കയറിയപ്പോൾ ചൂടുവെള്ളം ഇല്ലായിരുന്നു. ബംഗാളികളാണ് നോക്കുന്നത്, അവനെ കണ്ടില്ല. പിന്നെ അതിനുശേഷം അടുത്ത് ഞാൻ പറഞ്ഞ് സോപ്പൊന്നും വെച്ചില്ലായിരുന്നു റൂമിൽ. അങ്ങനെ പിന്നെ വെള്ളം വെച്ചൊരു സോപ്പൊക്കെ കൊണ്ടുവന്ന് പോകാൻ പിടിച്ചാൽ. എനിക്ക് തോന്നുന്നു രാത്രി 12 മണി കഴിഞ്ഞാൽ മെട്രോ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നേരത്തെ നല്ല ശബ്ദമായിരുന്നു. ഇല്ല, ഭൂമി കുലുങ്ങിക്കൊണ്ട് വരുമല്ലോ, അതാണ് അത്ര ശബ്ദമാണ്. ഉണ്ടാ ഈ പില്ലറിൻ്റെ, അതായത് മെട്രോയുടെ പില്ലറിനോട് ചേർന്നിട്ടാണ് നമ്മളെ റൂം. ഉണ്ടാ ഇവിടെയാണ് റൂം ഇട്ടിരിക്കുന്നത്. ഇതാണ് എന്താ, ഇതാണ് റൂം. ഞാൻ അവിടെ നേരത്തെ വന്നായിരുന്നു. AC-യുടെ സ്വിച്ചാന്ന് തോന്നുന്നത്. തന്നെ AC ഓണായി. ഒരു കുതിരയൊക്കെ ഓടുന്നുണ്ട്. രാത്രി ഇനി വന്ന് തലയിൽ കൂടെ വീഴുന്നുണ്ടോ കുതിര. ഡോറിന് ഇലക്ട്രോണിക് ആട്ടോ, നമ്പരൊക്കെ പാസ്വേഡ് അടിച്ചാലേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ട, എല്ലായിടത്തും ഓരോ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട്. പിന്നെ ചൂടുവെള്ളം വരുന്നില്ല. കണ്ട, കെറ്റിലൊക്കെ ഉണ്ട് ചൂടാക്കി കുടിക്കാനൊക്കെ ഉള്ള, പക്ഷെ വെള്ളമില്ല. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല, ഇതിലും ഒന്നുമില്ല. എല്ലാം കൂറെ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത റൂമാണ് കേട്ടോ. പിന്നെ ഹീറ്ററുണ്ട്, പക്ഷെ വർക്ക് ചെയ്യില്ലെന്ന് അറിയത്തില്ല. ഞാൻ രാത്രി ഒന്ന് കുളിച്ചപ്പോൾ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത്. ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. വൃത്തിയുണ്ട് അത്യാവശ്യം, പക്ഷെ ഒരുവിധം അതെല്ലാം വെള്ളം തട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ശരിയെങ്കിൽ കിടന്നാലോന്ന് ആലോചിക്കുക. കാരണം രാവിലെ തിരിച്ച് സൗദിക്ക് പോകണം. സൗദിക്ക് പോകണമെന്ന് ദമാമിന് പോകണം. ദമാമിന് നേരെ അങ്ങ് ബഹ്റൈനിൽ പോകണം. അപ്പോൾ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്കാം. ഇതാണ് ബെഡും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഞാൻ ഇന്നലെ പോയ റൂമിൽ ഇതണക്കായിരുന്നു, എല്ലാം വൈറ്റായിരുന്നു ഇൻറ്റീരിയറൊക്കെ. ഇവിടെ സെൻട്രൽ എന്തോ ഒരു എനിക്കൊന്ന് പാർട്ടീഷൻ തിരിച്ച കെട്ടിലെത്തോ കിടന്നിട്ട് എവിടെ പൊങ്ങി കയറുന്നതാണ്. കണ്ട, മറ്റേ ബെഡ് ലൈറ്റ് എന്ത് അതന്നെ, ബെഡ് ലൈറ്റ് തന്നെ. ബെഡിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ലൈറ്റ് ബെഡ് ലൈറ്റ് എങ്ങനെയാണ് കൂട്ടിയത്. കണ്ടാ, ഇനി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. കാരണം വെളുപ്പിനെ ആയല്ലേ.